വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 11th ബിസിനസ് സ്റ്റഡീസിലെ 10ാമത്തെ ചാപ്റ്ററായ ഇൻറ്റേർണൽ ട്രേഡിലുള്ള ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പുകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ റീറ്റെയിൽ ട്രേഡിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സും. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു: സ്മോൾ സ്കെയിൽ ഷോപ്പ് ആൻഡ് ലാർജ് സ്കെയിൽ ഷോപ്പ്. അതിൽ ഇറ്റിനറൻ്റ് റീറ്റെയിലേഴ്സും സ്മോൾ സ്കെയിൽ ഷോപ്പുകളെയും കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലാർജ് സ്കെയിൽ ഷോപ്പുകളെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് വരുന്നത് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർസ്. എ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഈസ് എ ലാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് which offers a wide variety of products under separate departments under one roof to satisfy all the needs of customers. It has a number of departments, each one confining its activities to one kind of product. Everything from a pin to an elephant or needle to an aeroplane or all shopping under one roof is the spirit behind a typical departmental store. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ റീറ്റെയിൽ ഷോപ്പുകളാണ്. ആ റീറ്റെയിൽ ഷോപ്പിൽ ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആയിരിക്കും. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായി തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഡീൽ ചെയ്യുക. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. ഒരു മുട്ടുസൂചി മുതൽ വിമാനം വരെ, അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി മുതൽ ആനയെ വരെ, അല്ലെങ്കിൽ എല്ലാ ഷോപ്പിങ്ങും ഒരു കൂരയ്ക്ക് കീഴിൽ തുടങ്ങിയ തലക്കെട്ടുകൾ ഉപയോഗിക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകളെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണെന്ന് പറയാം. അത്രയേറെ ലാർജ് സ്കെയിലായിട്ട് ആരംഭിക്കുന്ന റീറ്റെയിൽ ഷോപ്പുകളാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർസ്. ഫസ്റ്റ്, എ മോഡേൺ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ may provide all facilities such as restaurant, travel and information bureau, telephone booth, rest rooms, etc. നമ്മൾ നേരത്തെ കണ്ടു, ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർസ് എന്ന് പറയുമ്പോൾ ഒരു മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെ അവൈലബിൾ ആണ്. അതുകൂടാതെ ആധുനിക ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിൽ റെസ്റ്റോറൻറ്റ്, ട്രാവൽ ആൻഡ് ഇൻഫർമേഷൻ ബ്യൂറോ, ടെലിഫോൺ ബൂത്ത്, റെസ്റ്റ് റൂമുകൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ്, ദീസ് സ്റ്റോർസ് ആർ ജനറലി ലൊക്കേറ്റഡ് അറ്റ് എ സെൻട്രൽ പ്ലേസ് ഇൻ ദി ഹാർട്ട് ഓഫ് എ സിറ്റി വിച്ച് കാറ്റേഴ്സ് ടു എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ഇത്തരം ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്, അല്ലെങ്കിൽ കേന്ദ്രഭാഗത്താണെന്ന് പറയാം. കസ്റ്റമേഴ്സ് എല്ലാവരും ധാരാളമായി എത്തിച്ചേരാൻ സൗകര്യമുള്ള നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത്തരം ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ കസ്റ്റമേഴ്സിന് വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാനും പറ്റും. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവിടെ അവൈലബിൾ ആവുകയും ചെയ്യും. നെക്സ്റ്റ്, ആസ് ദി സൈസ് ഓഫ് ദീസ് സ്റ്റോർസ് ഈസ് വെരി ലാർജ്, ദേ ആർ ജനറലി ഫോംഡ് ആസ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മാനേജ്ഡ് ബൈ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. വളരെ വലിയ സൈസിലുള്ള സ്ഥാപനങ്ങളാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളായിട്ടാണ്. അത്തരം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യുന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളായിട്ടാണ് ഇത്തരം ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ സാധാരണയായിട്ട് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, a departmental store combines both the functions of retailing as well as warehousing. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്ന് പറയുന്നത് സാധനങ്ങൾ ചില്ലറ വിൽപ്പന നടത്തുന്നത് കൂടാതെ
സാധനങ്ങൾ സംഭരിച്ചു വെക്കുക കൂടി ചെയ്യുന്നുണ്ട്. ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ആ വാങ്ങിക്കുന്ന സാധനങ്ങൾ സേഫായിട്ട് സൂക്ഷിച്ചു വെക്കുക, സംഭരിച്ചു വെക്കുക, ആ ഒരു ഫംഗ്ഷൻ കൂടി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ നിർവഹിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദേ ഹാവ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് അറേഞ്ച്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ വാങ്ങിക്കുന്നത് പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, പ്രത്യേക അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതിന് സെൻട്രലൈസ്ഡ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും വേണ്ടുന്ന സാധനങ്ങൾ മൊത്തമായിട്ട് വാങ്ങിക്കുന്നു, അവർ സ്റ്റോർ ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രൊഡക്റ്റുകൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ്, രണ്ടാമത്തെ വരുന്നതാണ് ചെയിൻ സ്റ്റോർ ഓർ മൾട്ടിപ്പിൾ ഷോപ്സ്. Multiple shops or chain stores are large-scale retail shops owned and controlled by a single organization and are located in different parts of a city or throughout the country. Under this type of arrangement, a number of shops with similar appearance are established in different parts of the country. Example, Bata, KFC, ബിഗ് ബസാർ, റേമണ്ട്സ് എക്സെട്ര. ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ മാത്രം വിൽപ്പന നടത്താൻ വേണ്ടി പ്രത്യേകമായ രീതിയിൽ ഫർണിഷ് ചെയ്ത സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോപ്പുകൾ രാജ്യത്തിൻ്റെ വിവിധ സിറ്റികളിൽ, അല്ലെങ്കിൽ ഒരു സിറ്റികളിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്നു. അങ്ങനെ റീറ്റെയിൽ ഷോപ്പുകൾ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് ചെയിൻ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് നമുക്ക് പറയാം. അതിന് എക്സാമ്പിളാണ് ബാറ്റ, അല്ലെങ്കിൽ KFC, ബിഗ് ബസാർ, റേമണ്ട്സ് എക്സെട്ര. അങ്ങനെ ഒരേ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രണത്തിലുള്ളതുമായ വലിയ തോതിലുള്ള റീറ്റെയിൽ ഷോപ്പുകളെ നമുക്ക് മൾട്ടിപ്പിൾ ഷോപ്പുകൾ അല്ലെങ്കിൽ ചെയിൻ സ്റ്റോറുകൾ എന്ന് പറയാം. അവ നഗരത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ ഒന്നുകിൽ ഒരു മാനുഫാക്ചറുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം മെറിറ്റ്സ് ഓഫ് ചെയിൻ സ്റ്റോർസ് ഓർ മൾട്ടിപ്പിൾ ഷോപ്സ്. ഫസ്റ്റ്, എക്കണോമീസ് ഓഫ് സ്കെയിൽ. ആസ് ദർ ഈസ് സെൻട്രൽ പ്രൊക്യൂർമെൻറ്റ്, ദി മൾട്ടിപ്പിൾ ഷോപ്പ് ഓർഗനൈസേഷൻ എൻജോയ്സ് ദി എക്കണോമീസ് ഓഫ് സ്കെയിൽ. മൾട്ടിപ്പിൾ ഷോപ്പുകൾ ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും അത്തരം സ്ഥാപനങ്ങളിൽ ആവശ്യം വരുന്ന സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റാണ് അവർക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിലായിട്ട് സാധനങ്ങൾ ഡയറക്റ്റായിട്ട് മാനുഫാക്ചറിൽ നിന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നു. അങ്ങനെ ലാർജ് സ്കെയിലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ടുകളും മറ്റുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു. നെക്സ്റ്റ്, എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ. ബൈ സെല്ലിംഗ് ഡയറക്ട്ലി ടു ദി കൺസ്യൂമേഴ്സ്, ദി മൾട്ടിപ്പിൾ ഷോപ്പ് ഓർഗനൈസേഷൻ ഈസ് ഏബിൾ ടു എലിമിനേറ്റ് അൺനെസസറി മിഡിൽമെൻ ഇൻ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മറ്റ് മിഡിൽമെൻമാരെ, ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ഷോപ്പുകൾ സഹായിക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റ് ഡയറക്റ്റായിട്ട് ഇത്തരം മൾട്ടിപ്പിൾ ഷോപ്പുകളിലൂടെ സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റ് ഹോൾസെയിലർക്കോ റീറ്റെയിലർക്കോ അല്ലെങ്കിൽ മറ്റ് ഏജൻസിനോ വിൽക്കേണ്ടി വരുന്നില്ല. അങ്ങനെ അവർക്ക് കൊടുക്കുന്ന ലാഭം ഇല്ലാതെ ഡയറക്റ്റായിട്ട് സാധനങ്ങൾ കൺസ്യൂമർക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കും. നോ ബാഡ് ഡെറ്റ്. സിൻസ് all the sales in these shops are made on cash basis, there is no losses on account of bad debt. ഇവിടെ കിട്ടാക്കടം എന്ന് പറയുന്ന ഒരു ലോസ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. കാരണം എല്ലാ സാധനങ്ങളും വിൽപ്പന നടത്തുന്നത് റൊക്കം പണത്തിനാണ്. പൈസ വാങ്ങി അതിനുശേഷം മാത്രമേ വിൽപ്പന നടത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടാക്കടം എന്ന് പറയുന്ന നഷ്ടം ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. The goods not in demand in a particular locality may be transferred to another locality where it is in demand. This reduces the chances of dead stock in these shops. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തുള്ള ഷോപ്പുകളിൽ പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്താൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ
അല്ലെങ്കിൽ അവിടെ ഡിമാൻഡുകൾ കുറവാണെങ്കിൽ ആ ഷോപ്പിലുള്ള പ്രൊഡക്റ്റുകൾ ഉടനെ തന്നെ മറ്റൊരു ഷോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിലൂടെ വിൽപ്പന നടത്താൻ വേണ്ടി പറ്റും. ഒരു സ്ഥലത്ത് ഡിമാൻഡ് ഇല്ല എങ്കിൽ ആ ഡിമാൻഡ് ഇല്ലാത്ത സ്ഥലത്തുള്ള പ്രൊഡക്റ്റുകൾ നേരെ ഡിമാൻഡുള്ള മറ്റൊരു ഷോപ്പുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിലൂടെ സാധനങ്ങൾ വിൽപ്പന നടത്താനും പറ്റും. അങ്ങനെ ഡെഡ് സ്റ്റോക്കുകൾ കെട്ടിക്കിടന്നുണ്ടാകുന്ന നഷ്ടം ആ സ്ഥാപനത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ഡിഫ്യൂഷൻ ഓഫ് റിസ്ക്. ദി ലോസസ് ഇൻകേർഡ് ബൈ വൺ ഷോപ്പ് മേ ബി കവേർഡ് ബൈ പ്രോഫിറ്റ്സ് ഇൻ അതർ ഷോപ്സ്, റെഡ്യൂസിങ് ദി ടോട്ടൽ റിസ്ക് ഓഫ് എൻ ഓർഗനൈസേഷൻ. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരം ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഷോപ്പിൽ നഷ്ടം വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള ഷോപ്പുകളിലൊക്കെ ലാഭം ഉണ്ടാകുമ്പോൾ ആ ഓവറോൾ ലാഭം എന്ന് പറയുന്നത് കമ്പനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ്, ലോ കോസ്റ്റ്. ബിക്കോസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്, എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, സെൻട്രലൈസ്ഡ് പ്രൊമോഷൻ ഓഫ് സെയിൽസ്, ദി മൾട്ടിപ്പിൾ ഷോപ്സ് ഹാവ് ലോവർ കോസ്റ്റ് ഓഫ് ബിസിനസ്. മൾട്ടിപ്പിൾ ഷോപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഷോപ്പുകൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് എല്ലാം ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. കേന്ദ്രീകൃതമായിട്ടാണ് സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ മിഡിൽമാൻ ഉണ്ടാകുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റായിട്ട് ഇത്തരം ഷോപ്പുകളിലൂടെ ഡയറക്റ്റായിട്ട് കൺസ്യൂമർക്ക് സാധനങ്ങൾ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് ആവശ്യമായ അഡ്വർടൈസ്മെൻറ്റും മറ്റ് പ്രൊമോഷണൽ മെഷേഴ്സും എടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം ഒരു സെൻട്രലൈസ്ഡ് അഡ്വർടൈസിങ്ങിലൂടെ അതിൻ്റെ ഗുണം എല്ലാ ഷോപ്പുകൾക്കും നേടാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. അണ്ടർ ദിസ് സിസ്റ്റം, if a shop is not operating at a profit, the management may decide to close it or shift it to some other place without really affecting the profitability of the organization as a whole. ഈ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ ഒരു ഷോപ്പ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ആ ഷോപ്പ് അടക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനോ സാധിക്കുന്നു. അങ്ങനെ സ്ഥാപനത്തിൻ്റെ മൊത്തം ലാഭത്തെ ഇത് ബാധിക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു നേട്ടം. നെക്സ്റ്റ്, ഡീമെറിറ്റ്സ് ഓഫ് ചെയിൻ സ്റ്റോർസ് ഓർ മൾട്ടിപ്പിൾ ഷോപ്സ്. ഫസ്റ്റ്, ലിമിറ്റഡ് സെലക്ഷൻ ഓഫ് ഗുഡ്സ്. കൺസ്യൂമേഴ്സ് ഗെറ്റ് ഓൺലി എ ലിമിറ്റഡ് ചോയ്സ് ഓഫ് ഗുഡ്സ്. ജനറലി ദേ ഡു നോട്ട് സെൽ പ്രൊഡക്ട്സ് ഓഫ് അതർ മാനുഫാക്ചറേഴ്സ്. സാധാരണയായി ചെയിൻ സ്റ്റോറുകളിലൂടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്പുകളിലൂടെ ഒരു ടൈപ്പ് ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രൊഡക്റ്റുകൾ, വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റുകൾ ഇത്തരം ഷോപ്പുകളിൽ ഉണ്ടായിരിക്കില്ല. ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന കൺസ്യൂമേഴ്സ് മാത്രമേ ഇത്തരം ഷോപ്പുകളിൽ പോകൂ. കാരണം ആ ഷോപ്പുകളിൽ ആ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ മറ്റൊരു ന്യൂനത. കൺസ്യൂമേഴ്സിന് വൈഡ് വെറൈറ്റി ഓഫ് ചോയ്സ് ഇവിടെ ലഭിക്കുന്നില്ല. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ്. ദി പേഴ്സണൽ മാനേജിംഗ് ദി മൾട്ടിപ്പിൾ ഷോപ്സ് ഹാവ് ടു ഒബേ ദി ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ഫ്രം ദി ഹെഡ് ഓഫീസ്. ദിസ് ലിമിറ്റ്സ് ദം ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ടു യൂസ് ദെയർ ക്രിയേറ്റീവ് സ്കിൽസ് ടു സാറ്റിസ്ഫൈ ദി കസ്റ്റമേഴ്സ്. ഇത്തരം ഷോപ്പുകൾ മാനേജ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ അനുസരിക്കാൻ വേണ്ടി ഓരോ ഷോപ്പിലുള്ള മാനേജർമാരും നിർബന്ധിതരാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനുള്ള പല മാർഗങ്ങളും മാനേജറുടെ മുന്നിലുണ്ടാവും. പക്ഷേ ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാപനം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധ്യമല്ല. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് ഇൻ ദി എംപ്ലോയീസ് സംടൈംസ് ലീഡ്സ് ടു ഇൻഡിഫറൻസ് ആൻഡ് ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് ഇൻ ദം. ജീവനക്കാരുടെ മുൻകൈയെടുക്കാനുള്ള വിമുഖത പലപ്പോഴും അവരുടെ ഇടയിൽ നിസ്സംഗത സൃഷ്ടിക്കുകയും അത് വ്യക്തിബന്ധങ്ങളിൽ വിടവ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കാരണം ഇത്തരം ഷോപ്പുകളിൽ ജീവനക്കാർക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമില്ല.
ഹെഡ് ഓഫീസിൽ നിന്ന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ കിട്ടുന്നത് ആ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കാൻ വേണ്ടി ഇവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടേതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇനീഷ്യേറ്റീവ് എടുത്ത് നടപ്പിൽ വരുത്താനോ സാധ്യമല്ല. അത് അവരുടെ പേഴ്സണൽ റിലേഷനെ ബാധിക്കാം. നെക്സ്റ്റ്, ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ഡിമാൻഡ്. If the demand for the merchandise handled by the multiple shops change rapidly, the management may have to sustain huge losses because of large stocks lying unsold at the central depot. ഇത്തരം മൾട്ടിപ്പിൾ ഷോപ്പുകളിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത് സെൻട്രലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ ബൾക്കായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ അവർ പല ഷോപ്പുകളിലായിട്ടും അല്ലെങ്കിൽ അവർ ഗോഡൗണുകളിലായിട്ടും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഈ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, എക്സിസ്റ്റിംഗ് ഗുഡ്സിന് ഡിമാൻഡ് ഇല്ലാതാവുകയാണെങ്കിൽ അവർക്ക് ഹെവി ലോസ് ആണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. കാരണം അവർ ഡീൽ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ പല ഷോപ്പുകളിലായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് മുഴുവനും വിറ്റഴിക്കാൻ പറ്റാതെ ഒരവസ്ഥ വരും. അതവർക്ക് ഹെവി ലോസിലേക്ക് നയിക്കാം. അടുത്ത ടൈപ്പ് ഓഫ് ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പാണ് മെയിൽ ഓർഡർ ഹൗസസ്. മെയിൽ ഓർഡർ ഹൗസസ് ആർ ദി റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ദാറ്റ് സെൽസ് ദെയർ മെർക്കൻഡൈസ് ത്രൂ മെയിൽ. There is generally no direct personal contact between the buyers and the sellers in this type of trading. മെയിൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് മുഖേന സാധനങ്ങൾ വിൽക്കുന്ന ചില്ലറ വിൽപ്പനശാലകളാണ് മെയിൽ ഓർഡർ സ്ഥാപനങ്ങൾ. ഇത്തരം വ്യാപാരങ്ങളിൽ വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ വ്യക്തിപരമായി നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾ പേപ്പറുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയോ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ പരസ്യങ്ങൾ കാണുന്നവർ അത് VPP വാല്യൂ പേയബിൾ പോസ്റ്റായി പോസ്റ്റ് ഓഫീസ് മുഖേന ഇത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നു. അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകൾ പോസ്റ്റ്മാൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കൺസ്യൂമർ ആ സമയത്ത് മാത്രം ആ പ്രൊഡക്റ്റിൻ്റെ വില കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ പോസ്റ്റ് ഓഫീസ് മുഖേന സാധനങ്ങൾ വിൽക്കുന്ന ചില്ലറ വിൽപ്പനക്കാരെയാണ് മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറയുന്നത്. അതുപോലെ വരുന്ന മറ്റൊരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. എ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഈസ് ആൻ ഓർഗനൈസേഷൻ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കൺസ്യൂമേഴ്സ് ദംസെൽവ്സ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് സച്ച് സ്റ്റോർസ് ഈസ് ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് മിഡിൽമെൻ ഹു ഇൻക്രീസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസ് ആൻഡ് thereby provide satisfaction to the members. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തുള്ള കൺസ്യൂമേഴ്സ് എല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് സർവീസസ്, നല്ല പ്രൊഡക്റ്റുകൾ ചെറിയ റേറ്റിൽ അവൈലബിൾ ആകാൻ വേണ്ടി ആ ഒരു പ്രദേശത്തുള്ള കൺസ്യൂമേഴ്സ് മുഴുവനും ചേർന്നുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം സ്ഥാപിക്കുന്ന ഒരു സ്റ്റോറാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ഇത്തരം കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ അവർക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിൽ നിന്നും ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നു. വളരെ ചെറിയൊരു മാർജിൻ എടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റുകൾ ആ ഒരു സൊസൈറ്റിയിലുള്ള ജനങ്ങൾക്ക് മിതമായ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന സ്റ്റോറാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. നെക്സ്റ്റ് വരുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ്സ് ആർ ലാർജ് റീറ്റെയിൽ സ്റ്റോർസ് selling a wide variety of consumer goods on the basis of low price appeal under one roof. The buyers can purchase different products as per their requirements under one roof. A supermarket operates on the principle of self-service. കുറഞ്ഞ വിലയിലൂടെയും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ നൽകിയും ചില്ലർ വ്യാപാരം നടത്തുന്ന വൻകിട സ്ഥാപനങ്ങളാണ് സൂപ്പർ മാർക്കറ്റുകൾ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിന് അത്യാവശ്യം വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഒരു കൂരയ്ക്ക് കീഴിൽ അവൈലബിൾ ആക്കിക്കൊണ്ട് വിൽപ്പന നടത്തുന്നവരാണ് സൂപ്പർ മാർക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. സാധാരണയായിട്ട്
ലക്ഷൂറിയസ് പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നതിന് പകരം കൺസ്യൂമേഴ്സിന് ഡെയിലി ആവശ്യങ്ങൾക്കുള്ള മിക്കവാറും എല്ലാ പ്രൊഡക്റ്റുകളും ആ ഒരു ഷോപ്പിൽ ഒരു റൂഫിനുള്ളിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. ഈ സൂപ്പർ മാർക്കറ്റുകളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സ്വയം സേവനമാണ്, സെൽഫ് സർവീസാണ്. പ്രൊഡക്റ്റുകൾ മുഴുവനും ഷെൽഫുകളിൽ കൃത്യമായ ലേബൽ പതിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കൺസ്യൂമേഴ്സിന് ഡയറക്റ്റായിട്ട് ആ ഷോപ്പുകളിൽ എൻ്റർ ചെയ്യാനും ഓരോ പ്രൊഡക്റ്റുകളും എടുത്തു നോക്കി അതിൻ്റെ പ്രൈസ് എന്താണ്, അതിൻ്റെ മാനുഫാക്ചർ ചെയ്തത് ആരാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്വയം സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൈസയും കൊടുത്തുകൊണ്ട് കൺസ്യൂമർക്ക് തിരിച്ചു പോകാം. നെക്സ്റ്റ് നോക്കാം, ഫീച്ചേഴ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ്. ഫസ്റ്റ്, എ സൂപ്പർ മാർക്കറ്റ് ജനറലി carries a complete line of food items and groceries in addition to non-food convenience goods. സാധാരണയായി സൂപ്പർ മാർക്കറ്റുകളിൽ വിവിധ തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, പലവ്യഞ്ജനങ്ങൾ, മറ്റ് ഉപഭോഗ വസ്തുക്കൾ എന്നിവ വിൽക്കപ്പെടുന്നു. Second, the buyers can purchase different products as per their requirements under one roof in such market. ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം ഒരേ മേൽക്കൂരയിൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് സാധാരണ ആവശ്യം വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ്, a supermarket operates on the principle of self-service. The distribution cost is therefore lower. ഒരു സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് സെൽഫ് സർവീസ് എന്നുള്ള രീതിയിലാണ്. കൺസ്യൂമേഴ്സിന് ഡയറക്റ്റായിട്ട് ഷോപ്പിൽ പോയി ആ പ്രൊഡക്റ്റുകൾ പിക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സാധനങ്ങൾ വിൽക്കാനായിട്ട് പ്രത്യേകം ആൾക്കാരെ പ്രത്യേകിച്ച് അപ്പോയിൻ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സെയിൽസ്മാൻമാരെ കൂടുതലായിട്ട് അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരുന്നില്ല. നെക്സ്റ്റ്, ദി പ്രൈസ് ഓഫ് ദി പ്രൊഡക്ട്സ് ആർ ജനറലി ലോവർ ദാൻ അതർ ടൈപ്സ് ഓഫ് റീറ്റെയിൽ സ്റ്റോർസ് ബിക്കോസ് ഓഫ് ബൾക്ക് പർച്ചേസിങ്, ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ലോ പ്രോഫിറ്റ് മാർജിൻ. സാധനങ്ങൾ മൊത്തമായി വാങ്ങുന്നത് കൊണ്ടും കുറഞ്ഞ പ്രവർത്തന ചെലവുള്ളത് കൊണ്ടും കുറഞ്ഞ ലാഭമെടുക്കുന്നത് കൊണ്ടും ഇത്തരം സൂപ്പർ മാർക്കറ്റുകളിൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക്, സാധാരണ വിലയേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ വിലക്ക് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ദി ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്യാഷ് ബേസിസ് ഓൺലി. സാധനങ്ങൾ വിൽക്കുന്നത് റൊക്കം പണം വാങ്ങി മാത്രമാണ്, കടമായിട്ട് സാധനങ്ങൾ വിൽക്കാറില്ല. നെക്സ്റ്റ് വരുന്നതാണ്, ദി സൂപ്പർ മാർക്കറ്റ്സ് ആർ ജനറലി ലൊക്കേറ്റഡ് അറ്റ് സെൻട്രൽ ലൊക്കേഷൻസ് ടു സെക്യൂർ ഹയർ ടേൺ ഓവർ. ഉയർന്ന വിറ്റുവരവ് നേടുന്നതിന് വേണ്ടി സൂപ്പർ മാർക്കറ്റുകൾ സാധാരണയായി കേന്ദ്ര സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് ഓഫ് ദി സിറ്റി, സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിലാണ് ഇത്തരം സൂപ്പർ മാർക്കറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിന് എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള പ്രദേശം ഏതാണോ അത്തരം പ്രദേശങ്ങളിലാണ് ഇത്തരം സൂപ്പർ മാർക്കറ്റുകൾ സാധാരണയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് വെൻഡിങ് മെഷീൻസ്. Vending machines are the newest revolution in marketing methods. Coins operated vending machines are providing useful in selling several products such as hot beverages, platform tickets, milk, soft drinks, chocolates, newspapers, etc. Vending machines are widely used as automated teller machines, ATM, in the banking service. വിപണന രീതിയിലെ താരതമ്യേന പുതിയ സംവിധാനമാണ് വെൻഡിങ് മെഷീനുകൾ എന്ന് നമുക്ക് പറയാം. നാണയങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വെൻഡിങ് മെഷീനുകളിൽ ചായ, കാപ്പി പോലുള്ള ചൂട് ലഘുപാനീയങ്ങൾ, റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, പാൽ, ചോക്ലേറ്റ്, പത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വളരെ സൗകര്യപ്രദമാണ്. ബാങ്കിങ് എന്ന ആശയം തന്നെ മാറ്റിമറിച്ച ATM ഇത്തരം വെൻഡിങ് മെഷീനുകളുടെ മറ്റൊരു പതിപ്പാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാകും വെൻഡിങ് മെഷീനുകൾ. ഒരു കോയിൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് എന്താണോ സർവീസ് വേണ്ടുന്നത് ആ സർവീസ് നമുക്ക് ലഭിക്കും.
റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് അതിലൂടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് പല പ്രൊഡക്റ്റുകളും നമുക്ക് ഇത്തരം വെൻഡിങ് മെഷീനിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആവശ്യമായ കോയിൻസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ആ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതോടുകൂടി ഈ വർഷത്തെ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ റെഗുലർ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.